വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ കോളേജിലെ ആർട്സ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പരിപാടിയിലൊന്നും ഇല്ല എങ്കിൽ പോലും അവിടുത്തെ കുറച്ച് പരിപാടീസൊക്കെ കാണിക്കാമെന്നും ഒക്കെ കരുതുന്നു. ഞാനിപ്പോൾ മോണോ ആക്ടിനുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഫോക്ക് ഡാൻസ്, മോണോ ആക്ട്, കഥാപ്രസംഗം, ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസിലും ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന ഇതിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ മോണോ ആക്ട് മാത്രമേ ഉള്ളൂ. കഥാപ്രസംഗവും ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഥാപ്രസംഗം പഠിച്ചെടുക്കാനുള്ള സമയം കിട്ടിയില്ല. 1 വീക്ക് മുന്നേ ആണ് ആർട്സ് ഡേയുടെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല. മോണോ ആക്ട് ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഇല്ലേ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് അവിടെ പോവുക, എൻ്റെ മോണോ ആക്ട് കാണാം, അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ പെർഫോമൻസും പ്രോഗ്രാംസും ഒക്കെ കാണാം. ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം. പിന്നെ ഞാൻ ഇതിനു മുന്നേ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കോളേജിലും, അതുപോലെ തന്നെ എൻ്റെ ആനുവൽ ഡേ, പഠിച്ചിറങ്ങിയ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിനൊക്കെ പോയ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ അത് എഡിറ്റ് ചെയ്തൊന്നും ഇടാൻ സമയം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് ഇടുന്ന വീഡിയോ. ആർട്സ് ഡേയുടെ പ്രോഗ്രാമിൻ്റെ ആയിരിക്കും. മറ്റേത് കുറച്ച് എഡിറ്റിംഗ് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഇടാൻ നോക്കാം. സ്ത്രീ അബലയല്ല, പ്രതികരണശേഷിയുടെ മൂർധരൂപമാണ്. ഈ അഴിച്ചിട്ട മുടിയുമായി ദ്രൗപദി പോലെ എങ്ങും മെക്കാലവും എല്ലാ പുരുഷാധികാരത്തിൻ്റെയും എല്ലാ അധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കുന്നു. സ്ത്രീ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ചരിത്രങ്ങളിൽ, ഭൂമിയിൽ. എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ, എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ. ഗൈസ്, ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഡയലോഗൊക്കെ ഒന്ന് റഫായിട്ടൊന്ന് പറഞ്ഞു നോക്കി, ചെറുതായിട്ട് ആ പൊസിഷനൊക്കെ ഒന്ന് നോക്കി, എവിടെയൊക്കെ പോയി വീഴണമെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു ടെൻഷനാണ്. എത്രയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു മോണോ ആക്റ്റാണ്, എങ്കിൽ പോലും നമുക്കൊരു ടെൻഷൻ വരും. അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ എനിക്ക് ഒപ്പന കയറാൻ പറ്റിയില്ലായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഫെബ്രുവരി, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഡേറ്റ് കൺഫേം അല്ല, എപ്പോൾ വേണമെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി കളിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം കാരണം ഫെബ്രുവരിയിൽ എനിക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റിൽ വല്ലതുമാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരാൾ കാരണം ടീമിന് ഫുള്ള് പണി കിട്ടും, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരാൾ മാറിക്കഴിഞ്ഞാൽ ടീമിന് ഫുൾ പണി കിട്ടുന്ന ടൈപ്പ് സംഭവങ്ങളാണ് ഈ മാർഗ്ഗം കളി, ഒപ്പന, തിരുവാതിര, ഇതൊക്കെ. വേറൊരാളെ പെട്ടെന്ന് പഠിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നൈസിന് മാറേണ്ടി വന്നു. അടുത്ത വർഷം എന്തായാലും കയറണം. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുക. എനിക്കിവിടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റഫായിട്ട് പറഞ്ഞു നോക്കി, കുഴപ്പമില്ല. ഉമ്മാക്കാ ടെൻഷൻ. കാരണം എല്ലാ പ്രോഗ്രാമിനും ഉമ്മച്ചി വന്ന് ഇരിക്കാറുണ്ട് ഫ്രണ്ടിൽ. അതൊരു സംഭവം കേട്ടോ. അത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ ഇന്ന് ഉമ്മ ഇല്ല. എന്തായി തീരുമെന്നും അറിയത്തില്ല. ഉമ്മ അവിടെ വരെ വരുന്ന അത്യാവശ്യം ദൂരമുണ്ട്. വെറുതെ വന്നിരുന്ന് എപ്പോഴായിരിക്കും എൻ്റെ പ്രോഗ്രാം എന്നറിയത്തില്ല. അത്യാവശ്യം മെനക്കേടാണ്. പിന്നെ പുറത്തുനിന്ന് ആരോ അലോഡല്ലെന്നൊക്കെ പറയുന്നത്. പേരൻസിന് കുഴപ്പമില്ലായിരിക്കും, കാരണം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വേണ്ടേ, അമ്മമാർ വേണ്ടേ. എങ്കിലും ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, എങ്ങാനും മിക്കവാറും നോക്കിയോ എനിക്ക് അഥവാ ഇതിന് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ ഉമ്മ പറയും ഞാൻ അവിടെ വന്ന് ഇരിക്കാത്തത് കൊണ്ടാണ്. ഉമ്മ അവിടെ വന്ന് ഫ്രണ്ടിൽ ഇരുന്ന് കുറേ പാവങ്ങളൊക്കെ ഇടും. അപ്പം ഞാനത് കാണും. അപ്പോൾ എനിക്കൊരു എനർജി കയറും. അഥവാ ഉമ്മച്ചിയുടെ ഫേസ് ഡള്ളായിട്ടല്ലോ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പാവം മാറ്റും. പിന്നെ ഞാൻ ഭയങ്കര തീപ്പൊരിയായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ. അപ്പോൾ ഗൈസ്, ടെൻഷൻ ഒട്ടും ഇല്ല കേട്ടോ. എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നേ? പക്ഷെ ടെൻഷൻ വരും. 2 വർത്താനം പറയരുത് എന്നോട്. നമുക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. ഇന്നെങ്കിലും മര്യാദയ്ക്ക് വ്ളോഗ് ഒന്ന് പക്കായിട്ട് എടുക്കാൻ പറ്റണേന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു വ്ളോഗ് എടുത്ത് വെച്ചത് ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ ഞാനേ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടി, നാണമൊക്കെ ഈ വ്ളോഗ് എടുക്കുക. എന്നാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ഒരാളാണെന്ന്. എന്നാൽ അത് എടുക്കത്തുമില്ല. ഞാൻ ഫോൺ ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ട് ആരേലും എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മെല്ലെ താക്കും. നാണമാണ്. സമയമില്ല, ഞാൻ ഇങ്ങനെ താളം അടിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ചിട്ട് പോണ്ടേ. നമ്മളെ അതിൽ കാണാം. ഇതൊക്കെ അറിയാം. കാണിച്ച് മണവാട്ടി സ്പോട്ടഡ്. അങ്ങനെ
കോളേജിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓരോരോ തിരക്കിലായിട്ട് പോയിരിക്കുകയായിരുന്നു, റെഡി ആവാനായിട്ടും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ പരിപാടി തുടങ്ങിയപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ പ്രസംഗം കേൾക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് നേരെ സ്റ്റോറിലോട്ട് പോയി കുറച്ച് നേരം ഇരുന്നു. ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. എൻ്റെ മോണോ ആക്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നായിരുന്നു. കാരണം കോളേജിലോട്ട് ചെന്ന് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പെർഫോം ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് എന്നെ കഴിയുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ക്യാൻറ്റീനിൽ പോയിട്ട് ഇതുപോലെ ഫ്രണ്ട്സായിട്ട് നിന്ന് സ്നാപ്പിൽ ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് അവരെ ഒന്ന് ശല്യം ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ടായെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ലൈറ്റ് മ്യൂസിക്, കുച്ചിപ്പുടി, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് മോണോ ആക്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിക്കാനും തോന്നിയില്ല. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മോണോ ആക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അനഘയോടുത്ത് എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ വിശക്കുന്നെന്ന് പറയാണ്. അധികം പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ഫാൻസി ഡ്രസ് ആട്ടോ. ഇത് കഴിഞ്ഞിട്ടായിരുന്നു മോണോ ആക്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ചേച്ചി പെർഫോം ചെയ്തിട്ടായിരുന്നു. എൻ്റെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, ഞാൻ ഈ മോണോ ആക്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. അന്നും ഇന്നും ഒന്നുപോലെയല്ല. വേട്ടനായ്ക്കളുടെ പല്ലിൽ നിന്നും വിണ്ടുകീറിയ നെഞ്ചുമായി അവൾ ഉയർത്തെഴുന്നേൽക്കും. പുരുഷാധികാരത്തിന്റെ ഭരണസംസ്ഥകൾ തിരുത്തിക്കുറിക്കാൻ. നന്ദി, നമസ്കാരം. എൻ്റെ പരിപാടി കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പെർഫോം ചെയ്യുമ്പോൾ കൈയടിക്കാൻ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ്, സീനിയേഴ്സ് ആട്ടോ ഇത്, ഇവരൊന്നും അവിടെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ എല്ലാം പരിപാടി കഴിഞ്ഞപ്പോൾ വീഡിയോ കാണിച്ചു കൊടുത്തു. പിന്നെ ആ മോണോ ആക്ട് ചെയ്ത് ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഗ്രൂപ്പ് ഡാൻസ്, മൈമ്, പിന്നെന്താ തിരുവാതിര, ഇങ്ങനെ വേറെയും കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പല സൈഡിലായിട്ട് ഡാൻസ് പ്രാക്ടീസിങ് ആയിരുന്നു. തിരുവാതിരയുടെ ലൈറ്റ് വേർഷനും അതുപോലെ തന്നെ ആ പച്ച ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. Mono act female. The first place goes to Dia Farzana from the Department of English. The second place goes to Cynthia Willie from Management Studies Department. അങ്ങനെ എന്തായാലും മോണോ ആക്ടിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിലെ പ്രിയങ്കരിയായ ദിയ ഫർസു മോണോ ആക്ടിന് ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഗൈസ്. അതിന് നമ്മുടെ ദിയ ഫർസു നമുക്ക് ലൈമ്, മന്തി എല്ലാം വാങ്ങി തരുന്നു. അവിടെ ഒരു കടയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും 10,000 അങ്ങനെ ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളേജിലെ ആർട്സ് ഡേ പ്രോഗ്രാം എന്ന് പറയാനായിട്ട്. വളരെ കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും ട്രോഫി ആയിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.